നമ്മളെക്കാൾ ഉന്നതിയിലുള്ള ഒരാളുമായിട്ട്, നമ്മളെക്കാൾ ഉള്ള ഒരാളുമായിട്ട് താരതമ്യം ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ ഇല്ലായ്മ ഒരിക്കലും മനസ്സിലാവില്ല. നമ്മളെക്കാൾ ഇല്ലാത്തവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ നമ്മൾ നമുക്കുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. കാരണം ബാക്കിയുള്ളവർ നമ്മളെക്കാളും, നമ്മൾ ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ല, പണ്ട് നമ്മുടെ ചെറുപ്പത്തില് കുട്ടികൾ പരീക്ഷയുടെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പറയുമ്പോൾ ഒരു വർത്തമാനമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് 50-ൽ 20 മാർക്കേ കിട്ടിയുള്ളൂ. വിചാരിക്കൂ, 50, പണ്ടൊക്കെ 50-ൽ പരീക്ഷ ചെയ്തവരല്ല നമ്മള്, അല്ലേ? 50-ൽ 20 മാർക്കേ കിട്ടിയുള്ളൂ. വീട്ടിൽ വന്നപ്പോ അപ്പൻ ഒരുപാട് ചീത്ത. 50-ൽ 20 മേടിച്ചോണ്ട് വന്നേക്കോ ചെറുക്കൻ. ഞാൻ എന്തെങ്കിലും 45-ഉം 50-ഉം കിട്ടിയവന്റെ കാര്യം വീട്ടിൽ പറയോ? അപ്പൊ ബിനീഷിന് 17 ഉള്ളൂ, രമ്യക്ക് 16, മനുവിന് 14 ഉള്ളൂ. മെച്ചം 20 കിട്ടിയ ഞാൻ എന്തെങ്കിലും 40-ഉം 45-ഉം 50-ഉം കിട്ടിയവന്റെ കാര്യം പറയുമോ? ഇല്ല. നമ്മളെല്ലാവരും നമ്മുടെ താഴെയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആരോ ആണെന്ന് സ്ഥാപിക്കാനുള്ള തത്രപ്പാടിൽ ഏർപ്പെട്ടിരിക്കുന്നവരാ. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാ. നമ്മളെക്കാൾ ഉയരത്തിലുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ താളം മാറും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കില്ല. അതുകൊണ്ട് എനിക്ക് ആത്മീയമായത് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയണമെങ്കിൽ ഏറ്റവും വലിയ ആത്മീയതയുടെ രൂപമായ നമ്മുടെ കർത്താവുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോഴാ എവിടെയാണ് എൻ്റെ നഷ്ടങ്ങളെന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ.